ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയ കൃത്യസമയത്ത് അവിടെ എത്തും. നീ അവന്മാരെ വിളിക്കുക. അയ്യോ, അവരിവിടെ ഇല്ല. അവന്മാർക്ക് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോയിരിക്കുവാ. അവന്മാർ പോയാ അത് നടക്കുമോ? നടക്കുവോന്നോ? അവന്മാര് പോയാൽ എന്തോ കാര്യമാ നടക്കാത്തത്? ചുമ്മാതല്ല അവന്മാർക്ക് പേരിട്ടിരിക്കുന്ന വീരനും ധീരനും എന്ന്. അവന്മാര് പുലിക്കുട്ടികളല്ലയോ, പുലിക്കുട്ടികള്. ഞാൻ അമ്പലത്തിൽ പോയി ഭഗവാനോട് എന്തോ പ്രാർത്ഥിച്ചെന്ന് നിനക്കറിയാമോ? എന്തുവാ? 36-ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം നടത്തി തരണേ. എന്ത് മണ്ടത്തിലാണ് പറയുന്നത്? 36-ാമത്തെ വയസ്സിലൊക്കെ എവിടുന്ന് പെണ്ണിനെ കിട്ടാനാ? ഞാൻ ഒരു 40 വയസ്സിനകത്ത് പെണ്ണ്. എടാ പൊട്ടാ, 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച കൊച്ചുകളുണ്ടാകത്തില്ലടാ. ഇന്ന് പതുക്കെ പറ, അതിലും കേട്ടോ. ഇവിടെ ഉമ്മ വെച്ചാൽ മതി, പിള്ളേരുണ്ടാവും. ഉമ്മയോ? അപ്പം അമ്മയ്ക്ക് അച്ഛൻ ഉമ്മ കൊടുത്തപ്പോഴാണ് നമ്മളുണ്ടായേ. അമ്മ അച്ഛൻ കെട്ടിപ്പിടിക്കൂടെ ചെയ്ത്. കെട്ടിപ്പിടിക്കുന്ന കെട്ടെവിടാ? കേട്ടമ്മ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ അച്ഛനോട് ചോദിക്കാം. അച്ഛാ, സമയം പോകുന്നല്ലോ. അവന്മാരെന്ത് ചെയ്യേ? കല്യാണത്തിന് ചെല്ലാൻ താമസിക്കും, സദ്യം തീരും. ഇതെന്തുവാ ഇത്? രാവിലെ അല്ലയോ ഒരണ്ടാവ് കഞ്ഞി കുടിച്ചത്? ഇത്ര പെട്ടെന്ന് ദഹിച്ചോ? പിള്ളേരും കൂടി ഇങ്ങോട്ട് വരട്ടെ. എത്തണ്ടേ? അച്ഛാ, എവിടെ ആണെന്നടാ? അമ്പലത്തിൽ പോയച്ചാ. അല്ല, എന്തോ പ്രാർത്ഥിച്ചു ദൈവത്തോടെ? എൻ്റെ 36-ാമത്തെ വയസ്സിൽ കല്യാണം നടക്കണേ. നീ എന്താ പ്രാർത്ഥിച്ച? 40-നകത്ത് എനിക്കും പെണ്ണ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്തായിരുന്നാലും ഇപ്പൊ തന്നെ 40 ആയി. ഇനിയിപ്പോ എന്ന് പെണ്ണ് കിട്ടാനാടാ? കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ അമ്മ. ഈ കല്യാണം മാത്രം കഴിച്ചാൽ മതിയോ? ഓരാ കൊച്ചുങ്ങളും ഉണ്ടാവണം. എനിക്കും 3. എടാ, ജോലി വല്ലതും വേണ്ടായോ? ജോലി ഉണ്ടല്ലോ. രാവിലെ ഞാൻ എണീച്ച് വിളക്കത്തിക്കുന്ന റൂം പാത്രം മൊത്തം കഴുകി വെച്ചിട്ട് തുണി അലക്കി അച്ഛൻ്റെ ചട്ടി എല്ലാം ഞാൻ കഴുകിയിട്ടിട്ടാ പോയത്. അരി അടപ്പിട്ടു, ഊറ്റി, ചെടിക്ക് വെള്ളം ഒഴിച്ചു, എല്ലാം ഞാൻ വീട്ടിലുള്ള എല്ലാ പണി നമ്മൾ ചെയ്തിട്ടാണ് പോയത്. എന്നാ പെട്ടെന്ന് റെഡി ആവോ, കല്യാണത്തിന് പോവാം. അച്ഛൻ വരുന്ന വഴിക്ക് പോസ്റ്റ് മാമനെ കണ്ട്. എന്താ പറഞ്ഞു? ഇതിനാച്ചാ കരയുന്നേ? ഒന്നുമില്ല മോനെ, നിങ്ങളുടെ അപ്പച്ചി ഗിരിജ അവളയച്ച കത്താത്. ഗിരിജാപ്പച്ചി അച്ഛൻ കൊച്ചുനാളിൽ കഥ പറഞ്ഞു തരാറുള്ള ഗിരിജാപ്പച്ചിയോ? നേപ്പാളപ്പയോ? നേപ്പാളിലെ അപ്പ തന്നെ മോനെ. 25 വർഷമായി ആൾ ഇവിടുന്ന് പോയിട്ട്. എന്നെ ഒന്ന് വിളിക്കുകയോ ഒരു കത്തയക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പം അയച്ചിരിക്കുന്നു. ഇപ്പോഴാന്ന് വെച്ചാൽ അപ്പച്ചി അച്ഛനെ പഠിച്ചേ? അല്ലടാ, അവൾക്ക് നമ്മളെയൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന്. അവക്കേ 2 പെൺമക്കളുണ്ടായി. അവർക്ക് 2 പേർക്കും നമ്മളെ ഒന്ന് കാണണമെന്ന്, ഇവിടെ ഒന്ന് ജീവിക്കണമെന്ന്. അച്ഛാ, ഈ പെമ്പിള്ളേരെന്ന് പറയുമ്പോൾ ഞങ്ങളെക്കാട്ടി മൂത്തതോ ഇളയതോ? നിങ്ങളെക്കാളും മൂത്തതെന്ന് പറഞ്ഞാൽ കുഴിയെടുക്കാറായില്ലോ മക്കളെ. ഇത് കൊച്ചു പെൺപിള്ളേര്. ഞാൻ പണ്ടൊരു ഫോട്ടോ കണ്ടതാ, ദിവാരം കാണിച്ചത്. ഓ, നല്ല സുന്ദരി പെൺപിള്ളേര്. അച്ഛാ, എപ്പോഴാച്ചാ വരുന്നേ? അവര് വരുന്നത് കത്തി പറഞ്ഞത് 4 ദിവസം. അപ്പൊ ഇന്ന് 4 മണിക്ക് ചെങ്ങന്നൂർ സ്റ്റേഷനിൽ. ഒരു കാര്യം ചെയ്യ്, കല്യാണത്തിന് പോകണ്ട, ഞാൻ പോയി പിള്ളേരെ വിളിച്ചോണ്ടുവരാം റെയിൽവേ സ്റ്റേഷനിൽ. അച്ഛൻ പോണ്ട, ഞങ്ങൾ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങൾ പോയി ശരിയാവത്തില്ല. നിങ്ങൾ ഈ പഞ്ചായത്ത് പുറത്തു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ ഞങ്ങൾ പാച്ചാ. എന്താ ചെയ്യാനായിരിക്കാന്? അവരെ ഈ വീടിനകത്ത് ഇങ്ങനെ തളച്ചിടാതെ ആ തൊടലൂരി വിടേ. അവര് പോയി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യട്ടെ. ശരിയാവത്തില്ല, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ പോകണ്ട, അവര് പോയിക്കോളും. അച്ഛൻ ഞങ്ങൾ പാച്ചാ. എടാ, നിങ്ങൾക്ക് അവരെ കണ്ടാൽ മനസ്സിലാവത്തില്ലല്ലോ. കാശ്മീരി ആപ്പിളല്ലേ? അല്ല മക്കളെ, മാമ്പഴം 2 കിലോ 60. അല്ലല്ല, കാശ്മീരി ആപ്പിള്, നല്ല കാശ്മീരി ആപ്പിള്. അതുപോലെ ഇരിക്കും പെൺപിള്ളേര്. അച്ഛാ, ബസ് സ്റ്റാൻഡിൽ പോയി ഞാൻ വിളിച്ചോണ്ട് വരാം. ഓ, എൻ്റെ പൊന്നു മുതല കുഞ്ഞുങ്ങളെ, ബസ് സ്റ്റാൻഡ് അല്ല, റെയിൽവേ സ്റ്റേഷൻ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. അവര് മുതല കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിച്ചോണ്ട് വന്നോളൂ. ഞങ്ങൾ പാച്ചാ. നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കുന്നേ. എന്നാ പോയിട്ട് വാ. അങ്ങ് എത്ര 4 മണിക്ക്? പറ ചേട്ടാ. ഇവന്മാരങ്ങ് എഴുന്നെത്തുമ്പോഴത്തേക്കിനേ ട്രെയിൻ പോവും. അവര് വീരശൂര പരാക്രമികളാ. എൻ്റെ ബിൽഡപ്പാ ഇങ്ങനെ ആക്കിയത്. വാ ഇങ്ങോട്ട്. അച്ഛാ, അപ്പയുടെ മക്കള് വന്നു.
സൂപ്പർ സുന്ദ. ഇതാരാ? ഇതാ ആപ്പിള്. അച്ഛ ഇത് ആപ്പിളല്ല, ഇത് പൈനാപ്പിള്. തല കിരീടം കണ്ടില്ല. ചിലപ്പോഴേ കെയർ ടേക്കർ ആയിരിക്കും. ഇത്രയും ദൂരം വന്നില്ലയോ, പിള്ളേർക്ക് വിടാൻ പറ്റത്തില്ല. കൂട്ടിന് വിട്ടതാ. ശരിയാ ശരിയാ. മക്കളെ പിള്ളേരെന്തിനാ? ആപ്പിള് ആപ്പിളും അനാറും അകത്തിരിപ്പുണ്ട് അച്ഛാ. വിളിച്ചേ നോക്കട്ടെ. എപ്പോഴുണ്ടല്ലേ? അതെ കൊള്ളാം, കൊച്ചു സുന്ദരിയാ. ഇത് അവളുടെ അച്ഛൻ്റെ മോച്ചാ ഞാൻ തോന്നുന്നു കേട്ടോ. വന്ന കാലം നിൽക്കാതെ കയറി വാ വാ മക്കളെ. കയറിപ്പടാത്ത ഒതുങ്ങിക്കൊണ്ട് പോത്തില്ല അല്ലെങ്കിൽ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാരായിരിക്കുന്നത്? ഇത് ഞാൻ കാറിനകത്ത് വെച്ച് കുറേ അച്ഛൻ ചോദിച്ചാ, എനിക്ക് പറഞ്ഞു തന്നില്ല, മനസ്സിലായില്ല. കെയർ ടേക്കർ ആണോ? हाँ ഞാൻ പറഞ്ഞില്ലേ കെയർ ടേക്കർ. ഈ നേപ്പാളിൽ നിന്ന് പിള്ളേർ ഒറ്റയ്ക്ക് ഒന്നും ഇല്ല. അപ്പോൾ കൂടുതൽ ആൾ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അംഗൻവാടി ടീച്ചറാ ആയ. മക്കളെ ഇത് പിന്നെ മക്കളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. मेरा नाम नोवा. നോവ. മോടെ പേരോ? मेरा नाम नायरा. നൈറ. നൈറ റോമിൻ. അവിടുത്തെ പേരല്ലേ? ആ നോവ. നോവ. മക്കളെ അമ്മ ഞങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ? 25 വർഷം മുമ്പ് ഇവിടുന്ന് പോയതാ ഒരു നേപ്പാളിയുടെ കൂടെ. പറഞ്ഞിട്ടുണ്ടോ? അതും കല്യാണത്തിൻ്റെ തലേന്ന്. അന്നുണ്ടായ നാണക്കേട് ഓർമ്മയുണ്ടല്ലോ നിനക്ക്? എന്തായാലും ഇത്രയും വർഷത്തിന് ശേഷം പിള്ളേരെ ഇങ്ങോട്ട് വിടാൻ തോന്നിയല്ലോ. അത് തന്നെ വലിയ കാര്യം. കെയർ ടേക്കർ എന്താ ഒന്നും മിണ്ടാത്തത്? मेरा नाम सुष्मिता है. സുസ്മിത. मुझे अब भी याद है 25 साल पहले जब गिरिजा ने यहाँ देखो यहाँ. ഓ വഹാ. जब 25 साल पहले गिरिजा नेपाल आया उसी समय मैं उसके साथी जैसे. वो अकेली थी, भोले भाली लड़की थी. उसके पति के वियोग के बाद उसने सबके बारे में मुझे बोला. मुझे सबको परिचित है. മക്കളെ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. അയ്യോങ്കിൽ ഞങ്ങൾ ഉടനെ പോകും. ചുച്ചു ഒന്നും പറയല്ലേ. സ്വന്തം അമ്മാവനാ. ആ ചേട്ടന്മാരെ പോലെ കാണണം. അമ്മ ഇഷ്ടപ്പെട്ട ആഹാരം എന്ത് വേണം? അമ്മാവി എങ്കിൽ അമ്മാവി. എന്തോ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അമ്മാവിയോട് പറയണം കേട്ടോ. എല്ലാം ഉണ്ടാക്കി അറിയാവോ? എല്ലാം ഉണ്ടാക്കി അറിയാവോ? ആ കഞ്ഞിലുണ്ടാക്കി അറിയത്തുള്ളൂ. മിണ്ടായി. റൂം എവിടെ കൊടുക്കുന്നത്? റൂം എവിടെ? ഉറങ്ങട്ടെ രാത്രി അവർക്ക്. അവരോട് കിട മുകളിലത്തെ റൂം കൊടുത്താൽ മതി. മുകളിലത്തെ റൂം. മക്കളെ മുകളിൽ റൂമുണ്ട്. 3 റൂം വേണോ അതോ മുറി മതി? ഒരു മുറി മതി അല്ലയോ? ഒരു മുറി മതി എന്ന് 3 പേർക്കും കൂടെ. എടാ അവർക്ക് മുകളിലത്തെ റൂം ഒന്ന് കാണിച്ച് കൊടുക്കും. അല്ല വേണ്ട, ഞാൻ തന്നെ കാണിക്കാം. നിങ്ങൾ തന്നെ കൊണ്ടുപോയി കാണിക്കും. മക്കളെ വാ എടാ പെട്ടിക്ക് എടുത്ത് വന്നേ മാമൻ കാണിച്ച റൂം. നല്ല വിശാലമായ റൂമാ. പിന്നെ അമ്മേ, അപ്പയുടെ മക്കളെന്ന് പറയുമ്പോ ഞങ്ങളുടെ മുറപ്പെണ്ണുമാരല്ലേ അമ്മേ? ആണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവരെ കല്യാണം കഴിച്ചൂടെ? കല്യാണം കഴിക്കാം. അതിനിപ്പോ എന്ത് ചെയ്യും? പോയി പ്രേമിക്കടാ പുലിക്കുട്ടികളെ. എന്നാ പോടാ കഴുതപ്പുലി. എനിക്ക് മറക്കുമോ? क्या है? वहाँ रुको, अब तो टाइम नहीं है. ഞങ്ങൾ ഉറങ്ങാൻ പോവായിരുന്നു. അച്ഛൻ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ, നിങ്ങളോട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞ അമ്മയൊക്കെ. സോന है हमको भाई. സോനയല്ല, ഇല്ല കൊച്ച. എനിക്ക് ഇത് അവന് ഈ കറുത്തപ്പെട്ട എന്ത്?
इट्स नॉट पॉसिबल. जाओ. അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങൾ പ്രണയിക്കാൻ വന്നേ. चल चल चल. ചല ചെയ്യ 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 ചല ചെയ്യ 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 ചല ചെയ്യ 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 ചല ചെയ്യ ചെയ്യ ചെയ്യ. अरे बेटा हमें सोना है. സോനരേ സോനരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ, സരലാകത്തെ നിറയ്ക്കാൻ പോരൂ. കാറ്റിൽ കാറ്റിലോട് നീ ചൊല്ലു, കാറ്റിനോട് നീ ചൊല്ലു, പാണക്കാറ്റ്. പ്രണയിക്കണമെന്ന് പറഞ്ഞ അമ്മ, ഇതൊക്കെ കേട്ടിട്ട് വല്ലതും തോന്നിയോ? हम इतने लंबे दूर से ट्रैवल करके आया है, हमें सोना है, उറങ്ങണം. പൊക്കോളൂ. അച്ഛൻ പറഞ്ഞ വീടും പരിസരമൊക്കെ കൊണ്ട് കാണിക്കാൻ. സുബഹ കാണിക്കാം, രാവിലെ കാണിക്കാം. പോ ചെല്ല്. जाओ दोनों जाओ जाओ जाओ. ഞാനും ചാവും. तू जी आओ. സൂക്ഷിച്ച്. नोवा നോവെന്നോ എന്താ പറ്റി? बढ़िया प्लेस. ഇങ്ങോട്ട് बहुत अच्छा बहुत अच्छा. ഇതൊക്കെ എന്റെയാ. तुम्हारा है. ആ എന്റെ മൊത്തം. ओ अच्छा. ആ കണ്ടോ, ആദ്യ കാര്യം മനസ്സിലായി. ഇതെല്ലാം അച്ഛൻ്റെ. അച്ഛന്റെ അല്ല, അച്ഛൻ എന്റെ പേര് എഴുതി തന്നെ. പോടാ അച്ഛനെ മരണശേഷം ഞങ്ങൾക്ക് ഉള്ളത്. അച്ഛനെ എന്നെ കൊല്ലും. പോടാ. क्या बोल रहे हैं? വേണ്ട, ആ വാഴ കണ്ടോ, അതാ എൻ്റെ. അതല്ല എൻ്റെ. ആ ഇവനെ വീട്ടിൽ വിളിക്കുന്ന വാഴയാ, വാഴക്കുണ്ടാന്നാ വീട്ടിൽ വിളിക്കുന്ന ഇവനെ. वारकुंडा. ആ വാഴക്കുണ്ടൻ. ഇവൻ കുണ്ടമാക്കറി. നീ ഇവിടെ വട്ട തീറ്റന്നൊരു വായി നോക്കി. ചിരിക്കണ്ട, ഇതിൽ നല്ല തമാശ എനിക്കറിയാം. ये तो तमाशा करने के लिए नहीं है मेरा बेटी. इन्हें बराबर है। जाओ वहां खड़े रहो. जाकर डिस्टेंस रखकर बोलो. അച്ഛന്റെ പാവയ്ക്ക കൃഷി കാണിച്ചു തരാം. क्या 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 क्या? करेला. तुम्हारे बाप की करेला कृषि देखने आए हैं हम लोग. वहां खड़े रहो. It's okay Andy. What is okay? This is okay for you but not okay for me. തൊട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലതാ. ये बंदे को हिंदी मालूम नहीं और इंग्लिश मालूम नहीं. What is your educational qualification? അൻപടേലോ പഠിച്ച കാര്യം. 4ാം ക്ലാസ്. 5ാം ക്ലാസ്. അയ്യ അത്രേ ഉള്ളോ? അത്രയല്ല, ഒരുപാട് പഠിച്ച് ആ സ്കൂളിൽ നിന്ന് മാറി വേറെ സ്കൂളിൽ പോയി പഠിച്ചു ഞങ്ങള്. അപ്പൊ എത്ര വരെ പഠിച്ചു? VHSC. ഇവൻ +2. അത്രേ ഉള്ളൂ? MBBS എഞ്ചിനീയറിംഗ്. ആ ഞാൻ ശാസ്ത്രജ്ഞൻ. साइंटिस्ट. ആ साइंटिस्ट. यस साइंटिस्ट. आप साइंटिस्ट हैं? കരണ്ട് കണ്ടുപിടിച്ച ഞാനാ. പന്നി വന്ന് കേറുമ്പം അങ്ങനെ. इलेक्ट्रिसिटी के बारे में बोल रही है. താൻ എന്താ ചെയ്യുന്നേ? ഞാൻ ഈ MBBS കഴിഞ്ഞ് ബ്രേക്ക് എടുത്തിരിക്കുമ്പോൾ തോട്ട ഉണ്ടാക്കും, മീനെ പിടിക്കാൻ. തോട്ട ഉണ്ട സാധനം. കാക്ക മൊത്തം പോയടാ. नाइस. अच्छा बढ़िया आदमी है आप. അച്ഛൻ നോട്ട് വെടി, അയാമേ വെടി. I am impressed. ആൻറ്റി കോൾ. एक मिनट. हेलो. हाँ जी, मैं केरला में हूँ, कुछ ज़रूरी काम के लिए आया यहाँ. हाँ बदमाश बंदर का बच्चा. यहाँ बोला आई विल कॉल यू लेटर. बंदर का बच्चे उल्लू का पट्टे. ഹലോ, എന്താ പറ്റി? എനിക്ക് ഒരു ഹെഡേക്ക്. എന്തുവാ? അത് ചെറിയൊരു തലവേദന. അതിവിടുത്തെ ചൂട് കാരണം തലവേദനയല്ല, ചെന്നിക്കുത്താണ്. ചെന്നിക്കുത്ത് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. അമ്മ കാണിക്കുന്നതിന് സൂത്രപ്പണിയുണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ, മാറ്റിത്തരാം. പക്ഷെ ഞാൻ അടുത്തോട്ട് വരും. ഞാൻ വരും. എന്നാ തലയും കൊണ്ടുവാ. ഈ 2 പേരെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. കുറേ നേരം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുമ്പോ തലവേദന മാറും. എന്തോടെ അവിടെ? അങ്കിൾ എനിക്കൊരു തലവേദന. നടക്കട്ടെ. ഇപ്പൊ മാറിയോ? കാലിന് പറ്റിയോ? ഞാൻ തടവി തരാം. എന്തോ ഇത്? വീഴാൻ പോയച്ചാ, പിടിച്ചതാ. ആ
കുഴപ്പമില്ലല്ലേ? ഞാനൊരു കാഴ്ച കണ്ടു. എന്തുവാ? നമ്മുടെ ചെറുക്കന്മാർക്ക് പ്രേമം ആ പെൺപിള്ളേരോട്. നിങ്ങളൊക്കെ എങ്ങനെ അറിയാം? ഞാനൊരു കാഴ്ച കണ്ടു രണ്ടുപേരും കൂടെ. അത് നിങ്ങൾ അവിടെ കാണാൻ പോയി നിന്നോ? അയ്യോ, അങ്ങനെ കാണാൻ പോയതല്ല, പോയ വഴിക്ക് കണ്ടതാ. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാലേ ശരിയാവത്തില്ല, അപകടവാ. നമുക്ക് കെട്ടിച്ചാലോ എന്ന് ആലോചിക്കുന്നേ. ഞാനത് അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ആണോ? ഒരു കാര്യം ചെയ്യും, ആ പെൺപിള്ളേരെ നാളൊന്ന് ചോദിച്ചു നോക്ക്. അത് ഞാൻ ഏറ്റു. ജാതകം നമ്മൾ ചേരുമോ നോക്കണ്ടായോ? നോക്കണം. എന്നിട്ട് ആ കാര്യം തീരുമാനിച്ചാൽ മതി. ഇപ്പൊ ഈ കാര്യം ആരോടും പറയണ്ട കേട്ടോ. പറഞ്ഞാൽ മതി. ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം അങ്ങനെങ്കിലും ഒന്ന് നടക്കട്ടെ. സർവേശ്വരാ, ഇങ്ങോട്ട് വന്നേ. നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛനെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുവാ? നിങ്ങളുടെ കല്യാണക്കാര്യം. നീയേ ആ നോവയെ അങ്ങ് കെട്ട്, മറ്റോളെ അവൻ കെട്ടിക്കോളും. അയ്യോ അങ്ങനല്ല, എനിക്ക് നൈറയാ ഇഷ്ടം. നീ ആ നോവ കയറി കെട്ടിപ്പിടിച്ചെന്നൊക്കെ അച്ഛൻ പറയുന്ന കേട്ട്. ഞാനതേപോലെ വീഴാൻ പോയപ്പോ ചെറുതായിട്ടൊന്ന് പിടിച്ച അമ്മ. അല്ല, മറ്റവനും നൈറ കയറി കെട്ടിപ്പിടിച്ചെന്നോ ഒക്കെ പറയുന്ന കേട്ട്. അവനെന്നെ പെണ്ണിനെ കയറി പിടിച്ചാ? അവനെന്തേ? അവൻ കണ്ടെത്തി പാവയ്ക്ക പറിക്കാൻ പോയി. അവന്റെ പാവയ്ക്ക് ഞാൻ പറിക്കും. നീ എന്തിനാണ് ഉടുപ്പ് വരുന്നേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. എനിക്ക് ഉടുപ്പ് വേണ്ട. എന്തൊരു പാടയായത്. ഇവനൊക്കെ എന്തുവായി കാണിക്കുന്നത്? എന്തുവാടാ ഇത്? ഇവനെന്റെ പെണ്ണിനെ തൊട്ടച്ചാ. ഇവനെന്റെ പെണ്ണെ തൊട്ടച്ചാ. ഓ, നിനക്കൊക്കെ പ്രാന്താന്നോടാ? എടാ, നീയെ കയറി പിടിച്ചതേ നിന്റെയൊക്കെ പെണ്ണെ തന്നെ. എടാ, ജാതകം നോക്കിയപ്പോഴേ ഇവന് നോവയും അവന് നൈറയെ പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? കെട്ട് കഴിഞ്ഞാലേ വെട്ടിട്ട് കയറ്റോ അങ്ങോട്ട്. എന്നാ പിന്നെ ആരായാലും മതി. മതിയോ? നീ വേടാ അങ്ങോട്ട്. കെയർടേക്കർ ഒന്നും പറഞ്ഞില്ല. ഈ പിള്ളേരെ ഒരു ആഗ്രഹമായിരുന്നേ ഈ കല്യാണത്തിൻ്റെ. അല്ല, നാളെ നോക്കിയപ്പം നല്ല ചേർച്ചയുണ്ട്. ഈ ധീരന് നോവയും ഈ വീരന് ഈ റൗക്ക് ഇട്ട കൊച്ചും അങ്ങനെ കാണിക്കുന്നത്. അടാ, അതുപോലെ എനിക്ക് മതി. എനിക്ക് ആരെ കിട്ടിയാലും മതി. എനിക്ക് ഹാപ്പി ആവരുത്. എനിക്ക് ഹാപ്പി കിട്ടണം, അത്രേ ഉള്ളൂ. എനിക്ക് ഹാപ്പി മതി. എനിക്ക് ഹാപ്പി കിട്ടണം. ഹാപ്പിയുടെ അർത്ഥം അറിയോ? അവനും അതാ ചേർത്തെ. എന്നാ പിന്നെ അങ്ങ് നടത്തിയാലോ നമുക്ക്? ये डिसीजन तो अच्छा है, मुझे पसंद आया, पर मैं उसकी माँ नहीं है, जस्ट केयर टेकर है ना, सो ज़्यादा गिरिजा से पूछो. അയ്യോ, ഞങ്ങളുടെ കല്യാണക്കാരിയോ പറയുന്നെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞ അമ്മ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയത്തില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല. അച്ഛാ, അല്ല ഞാനല്ലല്ലോ തീരുമാനിക്കണ്ടേ, ഗിരിജയല്ലേ. ഗിരിജയോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കൂ. ഞാനൊരു കെയർ ടേക്കർ അല്ലേ. അച്ഛാ, അല്ല, ഗിരിജയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ നാളെ മറ്റന്നാളോ എൻ്റെ മറുപടി വരും. അങ്ങനെ എതിരഭിപ്രായം വരാൻ സാധ്യതയില്ല, കാരണം കുടുംബക്കാരാണല്ലോ. ഗിരിജയ്ക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ ആണ്. എന്തായാലും ഗിരിജയ്ക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടോ, മറുപടി വരട്ടെ. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് നടത്താം, എന്താ? അല്ലെങ്കിൽ പക്ഷെ എനിക്ക് ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മാരേജിലേക്ക് പോകാനാണ് താല്പര്യം. മോളെ, ഡേറ്റ് ഉടനെ എടുക്കാം. എടുത്ത ഉടനെ കല്യാണം, എന്താ പോരെ? ആ ഡേറ്റ് അല്ല, ജവാനി ലഡ്ക്കിയാ, അപ്പോൾ കുറച്ച് പരിചയം ആവണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും. ജവാന്മാർക്ക് മാത്രമേ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. നമ്മൾ എന്തിനാ കൊണ്ടുപോകാന്നു? അച്ഛൻ ഞങ്ങൾ ഉയര് ഒഴിച്ചിട്ടൊക്കെ ഇല്ല വെച്ചാ. ഇല്ല, ഞാൻ അടുത്തിട്ട് വന്നവർക്ക് കെട്ടിച്ചു കൊടുക്കത്തോളം ഉണ്ടാടാ മോനെ. എനിക്ക് ഉയര് ഒഴിച്ചിട്ടില്ല. എൻ്റെ ഉച്ചിരി ഒന്ന് അടക്കി വെക്കുക, എല്ലാം കഴിഞ്ഞാൽ അടക്കി വെക്കുക.
കുഴപ്പമൊന്നുമില്ല, നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഇപ്പം മുമ്പ് ചെയ്യുമോ അതിന്? എന്തോ ചെയ്യുന്നതിനെ. ചേട്ടനൊരു കാര്യം ചെയ്യും, ഇവരെ 4 പേരെയും കൂടെ പുറത്തോട്ട് എവിടെങ്കിലും ഒന്ന് വിട്. ഇവരെല്ലാവരും ഒന്ന് കണ്ടു കേട്ടിട്ട് സംസാരിച്ച് ഒന്ന് പരിചയപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു 2 days ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യാം. ഞങ്ങൾക്ക് 4 പേർക്കും പോകാമല്ലോ. ഞങ്ങൾക്ക് കേരളം കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട് കേരളം കാണാൻ ആഗ്രഹം. കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത്ര ഇല്ലേ കേരളം? ഈ പഞ്ചായത്തല്ല കേരളം, അത് കഴിഞ്ഞുണ്ട്. ആ അത് ഇവർ കൊണ്ടുപോകും, ഒന്ന് നോക്കിക്കോണം കേട്ടോ. പക്കത്തില്ലാത്ത പിള്ളേരാ. मैं भी जाऊंगा उसके साथ. എന്നാ പിന്നെ വൈകണ്ട, ഇന്ന് തന്നെ അങ്ങ് യാത്ര അയക്കും. हाँ सही पैक करो. हाँ കുറച്ച് പൈസ കൊടുത്തിട്ടില്ലെങ്കിലേ വഴിച്ചെലവിന് പിള്ളേർ ഒരു വഴിക്ക് പോകുമ്പോൾ കൊടുക്കണ്ട. പിന്നെ അതായാലും 10 പൈസ വേണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒത്തിരി പോകുന്നുള്ള കാര്യമാണ്. കാര്യം ഒന്നും തന്നെ നമുക്ക് തെറ്റിപ്പോയി. ആ ഇത് റെഡിയായോ? എന്താ ഇവിടെ ഇപ്പം വേറെ ഒന്നും ഇല്ലായിരുന്നു. മതിയാ കേസിട്ടുണ്ടോ? ആ ഓക്കെ റെഡിയായോ? വാ മക്കളൊരു കാര്യം ചെയ്യും, പൈസയെ കുറച്ച്. पैसे तो मेरे पास है. അല്ല അതറിയാം, എന്നാലും ഈ കൊച്ചിങ്ങൾക്ക് കുറച്ച് പൈസ കൊടുക്കണ്ടേ, ചിലവുള്ളത്. 10 രൂപ ഇവിടെ പറക്കി തന്നെ. 10 100 ആ എന്നാ എന്തോടാ കളർ പൈസ ഒക്കെ? 50 അച്ചാറെടുത്തോ? അച്ചാറും ചോറും ഉരുളക്കിഴങ്ങ് വേണ്ടി അതുണ്ട്. ഉണ്ടോ? മതിയല്ലോ. കരയരുത് കേട്ടോ. എല്ലാം കണ്ടു കേട്ടിട്ടൊക്കെ വരണം. മോൻ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കൊന്നും വേണ്ട. അമ്മയുടെ അടുത്തൊന്നും അതുകൊണ്ട് എന്നാ കാര്യം ചെയ്യാം, അമ്മയുടെ അടുത്തൊന്നും പോവണ്ട. എന്നെ എന്തിനാ ഇളയ മോനായിട്ട് ജനിപ്പിച്ചേ? ഈ ഫ്ലവർ പൈസ ജനിപ്പിച്ച എന്തിനാന്നോ? കൊള്ളാം, അല്ലേതോ? കണിക്ക് അനുഗ്രഹം അനുഗ്രഹം. ഈ പൈസ ബാക്കി സേഫ് സേഫ് है. ആശീർവാദം തരൂ, ആശീർവാദം തരൂ. ഒരു കാര്യം ചെയ്, എന്താ എനിക്ക് തരാൻ നിനക്കാ പോയിട്ട് വന്നി മക്കളെ. എന്നാ പെട്ടെന്നല്ലേ മക്കളെ കരയാതെ പോ. എന്തിനാ കരയുന്നേ? എന്തിനാ എന്തിനാ കരയുന്നേ? അമ്മ കൂടെ കൂടെ നീ ഇവിടെ സാരി എടുത്തു പോയിട്ട് ഞാനിവിടെ വരട്ടെ കൂടെ. एम्बुलेंस नहीं मिलता. ആംബുലൻസ് एम्बुलेंस नहीं मिलता ये. ആംബുലൻസ് നല്ല വേണോ? नहीं नहीं ഒരു മേൽത്തോട്ടം. नहीं नहीं. എന്നാ പോ, സമയം കളയാതെ പോ. രാജാവായി ഇതെന്തുവാ ചോറോ? ഉരുളക്കിഴങ്ങ് എടുത്തോട്ടെ. ആ കൊണ്ട് മുട്ട പൊരിച്ചോണ്ടോ? ആ പോയിട്ടോ, ബസ്സൊക്കെ എടുത്തിട്ടുണ്ടോ? मत कीजिए. നല്ല വെച്ച് പോയിട്ടോ നമ്മളെ. നല്ല ഇങ്ങനെ ആ ശരി ഞാൻ മുട്ട പോടാ. മോനെ ഇച്ചിരി മുള്ളിയും വെച്ച് പോ. വണ്ടി എടുത്ത് മുള്ളും ചേർക്കാം. ചേടാ ഒരുത്തനെ വിളിച്ചെടുക്കുന്നില്ല, ഇവന്മാര് പോയിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയല്ലോ. ചേട്ടാ താണ്ടെ പോസ്റ്റ്മാൻ കൊണ്ടു തന്നതാ. ഗിരിയുടെ കത്താന്നല്ലോ. ഇവന്മാരെ വിളിച്ചിരുന്ന ഫോൺ എടുക്കാത്ത പോയിട്ട് ഒരു ദിവസം ആയില്ലയോ? ഇതിന് എന്തു വന്നു? ചിലപ്പോഴേ നമ്മളാ കല്യാണക്കാര്യം പറഞ്ഞ് അയച്ച കത്തില്ലേ, അതിന്റെ മറുപടി. അയ്യോ എന്തുവാ? ഗിരിജയുടെ കത്താ. ഗിരിജയുടെ പെൺപിള്ളേരും ഇതുവരെ പുറപ്പെട്ടില്ലെന്ന്. കോയമ്പത്തൂർ നമ്മൾ പ്ലാൻ ചെയ്ത ബോംബ് ബ്ലാസ്റ്റ് ഫെയിലുവറായി. അവിടെ നമ്മൾ കുറച്ച് എക്സ്പോസ് ആയിട്ടുണ്ട്. പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇവിടെ നമുക്ക് സേഫാന്ന് തോന്നുന്നുണ്ടോ? സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ 2 മണ്ടന്മാരൊന്നും ചോദിക്കാതെ നമ്മളിവിടെ വിളിച്ചുകൊണ്ട് വന്നതും ഇവിടെ വന്നപ്പം ആ പരട്ട കിളവനും കളരിയും ഒന്നും ചോദിക്കാത്ത കഥകളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞതും. അതായത് 25 വർഷം മുമ്പ് ഒരു നേപ്പാളിയുടെ കൂടെ ഒളിച്ചോടി പോയതാ ഞങ്ങളുടെ അമ്മ, എൻ്റെ പെങ്ങൾ. എന്തായാലും ഇത്രയും വർഷത്തിന് ശേഷം നിങ്ങളെ ഇങ്ങോട്ട് വിടാൻ തോന്നിയല്ലോ, അതൊന്നും വലിയ കാര്യം. നിങ്ങൾക്ക് എത്ര ആൾ വേണമെങ്കിലും ഇവിടെ കഴിയാം. നമുക്കതനുസരിച്ച് ആക്ട് ചെയ്യാനുള്ള ബുദ്ധി തോന്നിയതും ഹിന്ദി അറിയാത്ത ഞാൻ എന്തൊക്കെയോ ഹിന്ദി പറഞ്ഞ് ഒപ്പിച്ചതും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ സേഫാണ്. ബട്ട് മാഡം എത്ര നാളെ നമ്മൾ ഈ മണ്ടന്മാരെ സഹിക്കണം? എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. അവന്മാർക്കേ നമ്മുടെ മേലൊരു കണ്ണുണ്ട്. എന്തായാലും അടുത്തൊരു ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്നിടം വരെ നമുക്കിവിടെ നിന്നേ പറ്റൂ. അതുവരെ നമ്മൾ സേഫാണ്. ഒരിക്കലും പോലീസ് ഇവിടെ അന്വേഷിച്ചു വരത്തില്ല. അയ്യോ നമ്മളെ പിള്ളേരെ കൊണ്ടാണല്ലോ പോയവളുമാര്.
ചല ചെയ്യ 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 ചല ചെയ്യ 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 ചെയ്യ